PT5 കാട്ടാനയുടെ ആരോഗ്യനിലയിൽ 24 വാർത്ത സ്ഥിരീകരിച്ച് വെറ്ററിനറി ഡോക്ടർ അരുൺ സക്കറിയ. ആനയുടെ കാഴ്ച തിരികെ ലഭിക്കാനുള്ള സാധ്യതയില്ല. എന്നാൽ ആനയുടെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. ശരീരത്തിലെ മുറിവുകൾ ചെറിയ രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ആന 15 ദിവസം നിരീക്ഷണത്തിൽ തുടരുമെന്ന് അരുൺ സക്കറിയ പറഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബർ 2-നാണ് ഈ ഇൻഫൈറ്റ് ഉണ്ടാകുന്നത്. ഇതൊരു ഇൻഫൈറ്റാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ മയക്കൊടി വെച്ചു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്തു. എക്സാമിൻ ചെയ്തപ്പോൾ നമുക്ക് കണ്ടതെന്ന് പറഞ്ഞാൽ വലത് കണ്ണ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇടത് കണ്ണ് അത് അപ്പം പഴുപ്പിൽ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള പഴുപ്പും സാധനങ്ങളും എല്ലാം പോയി. ഒരു ചെറിയൊരു വിഷനുണ്ട് ലെഫ്റ്റ് സൈഡിൽ. കംപ്ലീറ്റ് വിഷൻ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു വിഷനുണ്ട്. പറയാം ഫസ്റ്റ് പ്രൈമറി പ്രോബ്ലം നമുക്ക് മാറിക്കിട്ടി. പക്ഷേ വിഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. എലഫൻസിൽ എളുപ്പമല്ല, നമ്മൾ കണ്ണിൻ്റെ സർജറി ഒന്നും എളുപ്പമല്ല. അതിനുശേഷമാണ് ഈ 2-ാം തീയതി സെപ്റ്റംബർ 2-ാം തീയതി ഈ ഇൻഫൈറ്റ് ഉണ്ടാകുന്നത്, കൂട്ടിയിടിക്കുന്നത്. ആ കൂട്ടിയിടിച്ചിൽ നല്ല 2 വൂണ്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മെഡിക്കേഷനൊക്കെ ഓറൽ മെഡിക്കേഷനൊക്കെ കൊടുത്തിരുന്നു. ആയിഷത്തുൽ ഷംന പാലക്കാട് നിന്ന് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷംന, ഗുഡ് മോർണിംഗ്. PT5 ആരോഗ്യനിലയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ അരുൺ സക്കറിയ പങ്കുവച്ചത്? കൂടുതൽ ചികിത്സയിലേക്ക് ഇനി കടക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് ഈ 24 കാട്ടാനയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് വാർത്ത നൽകിയത്. ഈ ആനയുടെ കാഴ്ചയെ സംബന്ധിച്ചും ആദ്യം വാർത്ത നൽകിയ 24 ആണ്. അതിന് പിന്നാലെയാണ് വനംവകുപ്പ് ചികിത്സ നൽകുന്നതൊക്കെ. അതിനുശേഷം ഈ കാടിനകത്ത് വെച്ച് 2 ആനകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും ഇതോടുകൂടി PT5 ദേഹത്തെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ മുറിവിൽ പിന്നീട് പുഴുവരിക്കുന്ന ദൃശ്യങ്ങളടക്കം 24 പുറത്തു കൊണ്ടുവന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിൽ ആനപ്രേമി സംഘം പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതായത് വനംവകുപ്പ് മനഃപൂർവ്വം ഈ കാട്ടാനയ്ക്ക് ചികിത്സ നിഷേധിക്കുകയാണ്, ആനയുടെ നില ഗുരുതരാവസ്ഥയിലാണ് എന്നൊക്കെ ചൂണ്ടിക്കാട്ടി ആനപ്രേമി സംഘം രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ 24 പുറത്തുവിടുകയും ചെയ്തിരുന്നു. പക്ഷെ അന്ന് വനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിനെ തള്ളി രംഗത്തെത്തിയിരുന്നു. അതായത് കാട്ടാനയുടെ ആരോഗ്യനിലയിൽ ഒരു പ്രശ്നങ്ങളുമില്ല, ആനയ്ക്ക് മതിയായ ചികിത്സ നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വനമന്ത്രി അടക്കം രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഈ മുറിവ് അത് ഗുരുതര മുറിവ് തന്നെയാണ്, ആഴത്തിലുള്ള മുറിവ് തന്നെയാണ് എന്ന് ഇപ്പോൾ ഡോക്ടർ അരുൺ സക്കറിയ തന്നെ വ്യക്തമാക്കുകയാണ്. അതായത് ഈ ആനകൾ തമ്മിൽ ഉണ്ടായ ഈ അപകടത്തിന്റെ മുറിവ് ആഴത്തിലുള്ളതും പുഴുവരിക്കുന്നുമുണ്ട്. ചെറിയ രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അത് ആഴത്തിൽ ഉള്ള മുറിവാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം കാട്ടാനയുടെ കാഴ്ച നിലയെ സംബന്ധിച്ച് അത് ഇനി തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. സാധാരണഗതിയിൽ ഈ ആനകൾക്ക് കാഴ്ച നഷ്ടമായാൽ അത് പിന്നീട് തിരിച്ചെടുക്കാൻ അത് റിക്കവർ ചെയ്യാൻ പ്രയാസമാണെന്നും അരുൺ സക്കറിയ വ്യക്തമാക്കുന്നുണ്ട്. ശരി, ഐഷത്തുൽ ഷംന പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.